Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. പഠിച്ചു മുന്നേറാം, രസിച്ചു മുന്നേറാം ഈ സമയവഴിയിലൂടെ. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. റേഡിയോ ടീച്ചർ, Let us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. നമസ്കാരം, ഞാൻ നന്ദകുമാർ, ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതാധ്യാപകനാണ്. കണ്ണൂർ ജില്ലാ സ്കൂൾ മാത്തമാറ്റിക്സ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. എല്ലാവർക്കും റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ: ആദ്യസ് ജയേഷ്, ആദിത്യൻ കെ വി, AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിവള്ളൂർ. ടീം ബി: സവ്യസാജി കെ, മുഹമ്മദ് ലഹൽ കെ, KKVM PHSS പാനൂർ. ടീം സി: അസിൻ തോമസ് കെ, ദർശന രമേശൻ, സെന്റ് ജോസഫ് HS പുളിക്കുരുമ്പ. ടീം ഡി: ഇഷാനി സതീഷ്, സെൽസ പോൾ, നിർമ്മല HSS ചെമ്പേരി. ടീം ഇ: അർജുൻ രാജ്, കീർത്തന സി, GHSS മുണ്ടേരി. ഇന്നത്തെ ക്വിസ് പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ ഗണിതശാസ്ത്രത്തിലെ തൊടുവരകൾ, ഘനരൂപങ്ങൾ, ജ്യാമിതിയും ബീജഗണിതം എന്നീ 3 പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 റൗണ്ട് മത്സരങ്ങളാണുള്ളത്. ഓരോ റൗണ്ടിലും 10 ചോദ്യങ്ങളാണ്. നമുക്ക് ഇനി 3ാം റൗണ്ടിലേക്ക് കടക്കാം. 3ാം റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ് വീതം ഉണ്ടായിരിക്കും. പാസ് ചെയ്താൽ കിട്ടുന്ന ടീമിന് 5 പോയിന്റ്. അടുത്ത ടീമിന് മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ. പിന്നെ പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അറിയുന്നവർക്ക് പറയാം, പോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്കെന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. റേഡിയോ ടീച്ചർ. ആദ്യ ചോദ്യം ടീം എയോടാണ്. പാദവക്ക് 10 സെന്റിമീറ്ററുള്ള അനേകം സമചതുര സ്തൂപികൾ നിർമ്മിക്കാമല്ലോ. ഇവയുടെ ചെരിവ് ഉയരമാകാവുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? പാദവക്ക് 10 സെന്റിമീറ്ററുള്ള അനേകം സമചതുര സ്തൂപികൾ നിർമ്മിക്കാം. ഇവയുടെ ചെരിവ് ഉയരമാകാവുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? Many square pyramids can be made with base edge 10 cm. What is the smallest natural number that can be their slant height? ഇതിന്റെ ചെരിവുയരമാകാവുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എത്ര? ഉത്തരം 12. അല്ല. പാസ്. ടീം ബി: 13. അല്ല. ആർക്കെങ്കിലും? സമരസ്തൂപിയുടെ പാദവക്കിന്റെ നീളവും ചെരിവുയരവും തമ്മിലൊരു ബന്ധമുണ്ട്. നീളത്തിൽ എന്താ ബന്ധം? ചെരിവുയരം എപ്പോഴും പാദവക്കിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. അല്ലേ? പിടിച്ചല്ലേ? കാരണം L² = H² + A/2² അല്ലേ? കാരണം ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ സമരസ്തൂപികയിൽ എപ്പോഴും ചെരിവുയരം പാദവക്കിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കും. L² = H² + A/2² അല്ലേ? അപ്പോൾ അവിടെ എല്ലാണ് എന്ത് വരുന്നത്? ഹൈപ്പോട്ടന്യൂസ് കർണം വരും. അപ്പോൾ എന്തായാലും അത് മറ്റേനേക്കാളും കൂടുതലായിരിക്കണ്ടേ? ഇവിടെ എത്രയാന്ന്? 10. അപ്പോൾ എന്തായാലും ഇത്രേനേക്കാളും കൂടുതലായിരിക്കണം. 5-നേക്കാൾ കൂടുതലായിട്ട് ഏതും പറ്റും. അപ്പോൾ 5-നേക്കാൾ കൂടുതലായ ഏറ്റവും വലിയ എണ്ണസംഖ്യ 5-നേക്കാൾ കൂടുതൽ മതി. പക്ഷേ എണ്ണസംഖ്യ വരുന്നത് 6ആണ്. അപ്പോൾ 6 മുതൽക്ക് ഏതും ആവാം. 5 എന്ത് സംഭവിക്കും? ഹൈറ്റ് ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ത്രികോണം ABCയിൽ A എന്ന മൂലയുടെ സൂചക സംഖ്യ -1, 5. BC എന്ന വശത്തിന്റെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യ 5, 4. ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ ഏതൊക്കെ? ഇൻ ട്രയാങ്കിൾ ABC, the coordinates of the vertex A is -1, 5. The coordinates of the midpoint of side BC is 5, 4. Find the coordinates of its centroid. A -1, 5. BCയുടെ മിഡ് പോയിന്റ് മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യ 5, 4. ത്രികോണം ABC, ട്രയാങ്കിൾ ABC, അതിന്റെ A എന്ന വെർട്ടെക്സിന്റെ മൂലയുടെ കോർഡിനേറ്റ് സൂചക സംഖ്യ -1, 5. BC എന്നുള്ള സൈഡിന്റെ കോർഡിനേറ്റ് 5, 4. BC എന്ന് പറഞ്ഞാൽ എന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അതിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് മധ്യബിന്ദുവിന്റെ കോർഡിനേറ്റ് 5, 4. ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രത്തിന്റെ അതായത് സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് കാണുക. ടീം ബിക്ക് ഉത്തരം അറിയില്ല, അവർ പാസ് ചെയ്യാണ്. അപ്പോൾ ടീം സി: അതിന്റെ കോർഡിനേറ്റ്സ് 2 ഉം 4.5 ആയിട്ട്. അല്ല. ആർക്കെങ്കിലും
പറഞ്ഞോളൂ. 3 - 1 3 മൈനസ് 3 ശരിയാണ്. 3 5 + 2/3 5 പ്ലസ് -2/3 5 പ്ലസ് -2/3 അതെത്രയാ? അപ്പൊ കറക്റ്റാ. -10/3 5 പ്ലസ് -2/3 എന്ന് പറഞ്ഞാൽ 5 -2/3 അല്ലേ? 3/3 ഏന്ന് 2/3 മൈനസ് ചെയ്യാം. 1 2/3 മൈനസ് ചെയ്യാം. 1 2/3 മൈനസ് ചെയ്ത് എത്രയാണ്? 1/3 1/3. അപ്പൊ 5 മൈനസ് ചെയ്യണ്ട. അപ്പൊ 1 കഴിഞ്ഞാൽ പിന്നെ 4 അവിടെ ബാക്കിയുണ്ട്. 4 4/1/3 4 1/3 3 4 1/3 ഏതായാലും ഏക്ക് അഭിനന്ദനങ്ങൾ. ഉത്തരം 3 4 1/3. അപ്പൊ എങ്ങനെയാ കിട്ടിയ? സെൻട്രോയിഡിന്റെ പ്രത്യേകത എന്താണ്? 2:1 മീഡിയന്, അതായത് നടുവരെ 2:1 2:1 2:1 എന്ന റേഷ്യോയിൽ ബാധിക്കുന്ന ബിന്ദുവാണ് സെൻട്രോയിഡ്. അപ്പൊ ഇവിടെ നടുവരേണ്ട 2 അഗ്രബിന്ദുക്കൾ വന്നിട്ടുണ്ട്. ഏതൊക്കെ? A -1 5, പിന്നെ അടുത്തത് BCയുടെ മിഡ് പോയിന്റ് അല്ലേ 5 4. അപ്പൊ ഇവിടെ നിന്നാണ് 2:1 വായിക്കുന്നത് വെർട്ടെക്സ് മൂലയെന്ന്. അപ്പൊ A എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ബിന്ദുവിനെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന അല്ലെങ്കിൽ നിശ്ചയാംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ എക്സൂചിയ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിലുള്ള എക്സൂചിയ സംഖ്യയോട് ഇപ്പൊ P/Q ഭാഗിക്കുന്നതെങ്കിൽ 2 - x1ന്റെ P/P+Q ഭാഗമായിരിക്കും. വൈസൂചിയ സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ ബിന്ദുവിന്റെ വൈസൂചിയ സംഖ്യയോട് വൈസൂചിയ സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ P/P+Q ഭാഗമായിരിക്കും അല്ലെ? അപ്പോൾ ഇവിടെ 2:1 വായിക്കുന്നത് അപ്പൊ 2/3 ഭാഗമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വെർട്ടെക്സ് -1. അപ്പോൾ -1 പ്ലസ് അതിന്റെ എക്സൂചിയ സംഖ്യ എന്ന് പറയുന്നത് -1 പ്ലസ് 5 - -1 × 2/3, അതായത് -1 പ്ലസ് 2/3 × 6 അല്ലെ? അപ്പോൾ -1 പ്ലസ് 4 ദാറ്റ് ഇസ് 3. എയുടെ വൈസൂചിയ സംഖ്യ 5 പ്ലസ് 2/3 × 4 - 5. 5 പ്ലസ് 5 - 2/3. ഒരു വരയെ നിശ്ചിത അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണുക എന്നുള്ള ആശയമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. ടീം എ ആണ് ഉത്തരം പറഞ്ഞത്. പക്ഷെ അത് 2 പാസ് കഴിഞ്ഞതുകൊണ്ട് പോയിന്റ് ഇല്ല. റേഡിയോ ടീച്ചർ SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടാവുന്ന ചതുർഭുജമാണ് ABCD. AB 7 സെന്റിമീറ്റർ, CD 4, AD 6 ആയാൽ BC എത്ര? ഒരു വൃത്തത്തിന്റെ 4 ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നാൽ എന്തുണ്ടാവും? ചതുർഭുജം ഉണ്ടാവും. നമ്മൾ പേര് കൊടുത്ത് ABCD. ഈ ABCDയിൽ AB 7, CD 4, AD 6 ആയാൽ BC എത്ര? ABCD is a quadrilateral formed by tangents through 4 points on a circle. AB is equal to 7 സെന്റിമീറ്റർ, CD 4, AD 6, BC എത്ര? പറഞ്ഞോളൂ. 6 സെന്റിമീറ്റർ. സി പറഞ്ഞ ഉത്തരം തെറ്റാണ്. അത് ടീം ഡിയിലേക്ക് പാസ് ചെയ്യാം. ഉത്തരം 5 സെന്റിമീറ്റർ. ടീം ഡിയുടെ ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. റേഡിയോ ടീച്ചർ മറ്റാർക്കും ആ വഴി പറയാമോ? അവിടെ ഉപയോഗിച്ച ആശയം എന്താ? അങ്ങനെ രൂപപ്പെടുന്ന ചതുർഭുജം പുറത്തും ചതുർഭുജം അകത്ത് വൃത്തം വരും. അപ്പൊ അങ്ങനെയുള്ള ചതുർഭുജത്തെ സ്പർശ ചതുർഭുജങ്ങൾ പറയും. അപ്പൊ അവരുടെ എതിർവശങ്ങളുടെ തുക തുല്യമായിരിക്കും. അപ്പൊ അത് ചതുർഭുജത്തിന്റെ അന്തർവൃത്താന്ന് വരിക. അന്തർവൃത്തം വരക്കുകയാണെങ്കിൽ അതിന്റെ എതിർവശങ്ങളുടെ തുക എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ ABCD എന്ന ഓർഡർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ജോഡി എതിർവശം 7 4 വരും 11. മറ്റേത് 6 ആണെങ്കിൽ 5 അല്ലെ? 6 5 11. അപ്പൊ എതിർവശങ്ങൾ തുല്യമായിരിക്കുന്നുള്ള ഒറ്റ ആശയമുള്ളൂ, കൂടുതൽ ചെയ്യാനൊന്നുമില്ല. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. -3 -3 7 3 ഇവയിലൂടെ കടന്നുപോകുന്ന വര X അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ത്? വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വേർ ദി ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് -3 -3 ആൻഡ് 7 3 ഇന്റർസെക്ട്സ് ദി X ആക്സിസ്? ഉത്തരം 5 0. അല്ല, ട്രൈ ചെയ്യുന്നുണ്ടോ? അല്ല, പാസ്. പാസ്. ഇപ്പൊ ടീം ഡി പാസ് ചെയ്തിരിക്കുകയാണ്. ടീം ഇ 1 0. 1 0 അല്ല. ആർക്കെങ്കിലും പറഞ്ഞോളൂ. ടീം എ പറഞ്ഞോളൂ. 2 0. 2 0 ഇസ് ദി കറക്റ്റ് ആൻസർ. എങ്ങനെ കിട്ടിയത്? വരയുടെ ചെരിവ് 3/5 ആണ്. ചെരിവ് 3/5 ആണ്. 3/5. അപ്പോ ഒരു ബിന്ദു XY എന്ന് എടുത്താല് 0 + 3/x + 3 = 3/5. 0/x + 3 = 3/5. അപ്പൊ 15 = 3x + 9, 3x = 6, x = 2. ഞാൻ ഒന്നുകൂടി ചുരുക്കിയാൽ ചെരിവ് വരെ ഓക്കെ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ചെരിവ് 3/5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞോളൂ. X 1 കൂടുമ്പോൾ y 3/5 കൂടും. അങ്ങനെയാണെങ്കിൽ X 1 കൂടുമ്പോൾ y 3/5 കൂടും. ആ ഫ്രാക്ഷനെ ഒഴിവാക്കിയാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. X 5 കൂടുമ്പോൾ y 3 കൂടും. എക്സിലെ മാറ്റമല്ല താഴെ പറയുന്നത്. X 5 കൂടുമ്പോൾ y 3 കൂടും. ഇവിടെ y ഒരു പോയിന്റ് -3 -3 ആണ്. അവിടുത്തെ y -3 ആണ്. X അക്ഷത്തിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന y എത്രയാണ്? 0 ആണ്.
അപ്പോൾ -3 സീറോയിലേക്ക് എത്ര കൂടി? 3 കൂടി. അപ്പൊ എക്സ് എത്ര കൂടണം? 5 കൂടണം. ഏതിനോട്? അവിടുത്തെ എക്സ് -3. -3 + 5 2. അപ്പൊ ഇവിടെ ടീം എ ശരി ഉത്തരം പറഞ്ഞു. അഭിനന്ദനങ്ങൾ. Radio teacher. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ലംബവശങ്ങളുടെ നീളങ്ങൾ 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം എത്ര? ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ്. അതിന്റെ അന്തർവൃത്ത ആരം എത്ര? ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആർ 6 centimeters and 8 centimeter. Find the inradius of the circle, that is radius of the incircle. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് 6 8 ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇൻസർക്കിളിന്റെ റേഡിയസ് 2. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 10 പോയിന്റ്. എങ്ങനെയാണ് കിട്ടിയത്? അന്തർവൃത്ത ആരം കാണാൻ ത്രികോണത്തിന്റെ പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അതിന്റെ ചുറ്റളവിന്റെ പകുതിയുടെയും അന്തർവൃത്ത ആരത്തിന്റെയും ഗുണനഫലമാണ്. അപ്പൊ പരപ്പളവ് എത്ര കിട്ടി? ഇവിടെ 6 8 24. ചുറ്റളവ് എത്ര തന്നെയാ കിട്ടുക? 24. അപ്പൊ അതിന്റെ പകുതി എസ് എന്ന് പറയുന്നത് 12. 24 12 കൊണ്ട് വെച്ചാൽ 2. ഇപ്പൊ ടീം ഇക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യവും ടീം ഇയോട് തന്നെയാണ്. വൃത്തസ്തംഭാകൃതിയുള്ള ഒരു മരത്തടിയുണ്ട്. ഇതിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള ഏറ്റവും വലിയ വൃത്തസ്തൂപിക ചെത്തിയെടുക്കുന്നു എങ്കിൽ ഈ വൃത്തസ്തൂപികന്റെ വ്യാപ്തമോ അല്ലെങ്കിൽ ചെത്തിക്കളഞ്ഞ മരത്തിന്റെ വ്യാപ്തമോ കൂടുതലുണ്ടാവുക. ദ ലാർജസ്റ്റ് കോൺ ഈസ് കാർവ്ഡ് ഔട്ട് ഫ്രം എ വുഡൻ സിലിണ്ടറിക്കൽ ബ്ലോക്ക് എമംഗ് ദി വോളിയംസ് ഓഫ് പിരമിഡ് ആൻഡ് ദ റിമൈനിങ് വുഡ് വിച്ച് ഈസ് ഗ്രേറ്റർ. ഈ കോണിന്റെ വോളിയാണോ അല്ല നമ്മൾ ചെത്തിക്കളഞ്ഞ വുഡിന്റെ വോളിയാണോ ഏതാ കൂടുതൽ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? എത്രയാണെന്നും വേണ്ട, ഏതാ കൂടുതൽ എന്ന് മാത്രമേ ഉള്ളൂ. ടീം തയ്യാറായിട്ടുണ്ട്. അവർക്ക് ഉത്തരം പറയാം. ചെത്തിക്കളഞ്ഞ മരത്തിന്റെ വ്യാപ്തമാണ് കൂടുതൽ ഉണ്ടാവുക. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 10 പോയിന്റ്. Radio teacher. എങ്ങനെ കിട്ടി? വൃത്തസ്തംഭത്തിൻ്റെത് πr² ആണ് വ്യാപ്തം. വൃത്തസ്തൂപികൻ്റെത് അതിന്റെ 1/3 1/3 ഭാഗമാണ്. അപ്പൊ ബാക്കി വരുന്നത് 2/3 πr². അപ്പൊ 2/3 ഭാഗം ബാക്കി വരും. അപ്പൊ അതാണ് കൂടുതൽ വരുന്നത്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഒരു വശം 6 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്താരവും പരിവൃത്താരവും എത്ര? ഒരു വശം 6 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്താരവും പരിവൃത്താരവും എത്ര? One side of a equilateral triangle is 6 centimeter. What is the radius of its circumcircle and incircle? സൈഡ് 6 സെന്റിമീറ്റർ ആയ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കംസർക്കിളിന്റെ റേഡിയസും ഇൻസർക്കിളിന്റെ റേഡിയസും കാണണം. ഉത്തരം 3. 3 അല്ല. ഓക്കെ, പാസ് ചെയ്യാം. അപ്പോൾ ടീം സി. സർക്കം സർക്കിളിന്റെ 3 സെന്റിമീറ്ററും ഇൻസർക്കിളിന്റെ 1 സെന്റിമീറ്ററും അല്ല, ഉത്തരം തെറ്റാണ്. മറ്റാർക്കെങ്കിലും ടീമിന്? അന്തർവൃത്തം √3. ആ, പരിവൃത്താരം 2√3. വെരി ഗുഡ്. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പം എന്താ അവിടുത്തെ ബന്ധം എന്താണ്? സമഭുജ ത്രികോണം ആയതുകൊണ്ട് ഉയരം എന്ന് പറയുന്ന √3/2 ആയിരിക്കും. അപ്പം ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 3√3 കിട്ടും. അല്ല, അത്രയൊന്നും പോണ്ട. ശരിക്ക് എന്താണ് വരുന്നത്? അതായത് ഇതിന്റെ പരിവൃത്താരം അന്തർവൃത്താരം ഒരു സൈഡിന്റെ പകുതി ഇത് ചേർന്നിട്ട് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാകുന്നില്ലേ? അതിന്റെ ആ ആംഗിൾ എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ 60 ഡിഗ്രി അല്ലേ? അപ്പൊ അന്തർവൃത്താരം എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടറേറ്റ് ഉള്ളതല്ലേ അന്തർവൃത്ത കേന്ദ്രം വരുന്നത്. അപ്പൊ 30 60 90 ആയിരിക്കും ആംഗിൾ വരിക. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് വരിക എന്താണ്? പരിവൃത്താരായിരിക്കും. പെർപെൻഡിക്കുലർ സൈഡാണ് അന്തർവൃത്താരം വരിക. ബേസ് വരിക അതിന്റെ ഒരു വശത്തിന്റെ പകുതി. അപ്പൊ സൈഡ് 6 ആകുമ്പോൾ 3 വരും. അത് 60ക്ക് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് 3/√3 ദാറ്റ് ഈസ് √3. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. Radio teacher. അടുത്തത് ടീം സിയോടാണ്. -3 5 4 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാജി എക്സ് അക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ത്? -3 5 4 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമവാജി എക്സ് അക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ത്? വാട്ട് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് അറ്റ് വിച്ച് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി ലൈൻ ജോയിനിങ് -3 5 and 4 2 cuts the x-axis? 4ഉം 0ഉം അല്ല, ഫസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ടീം ബി. -6 0. അല്ല, മറ്റാർക്കെങ്കിലും? 3 0. അല്ല. അപ്പോൾ നമ്മൾ ഒരു വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ലംബസമവാജിയിലെ ഒരു ബിന്ദുവിന്റെ പ്രത്യേകത അതിന്റെ 2 അറ്റങ്ങളിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും അല്ലേ? അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്.
എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷത്തിലെ ഈ എന്നും ബിന്നും -3, 5, 4, 2 ഇവിടുന്ന് എക്സ് അക്ഷത്തിൽ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്. അപ്പൊ എക്സ് അക്ഷത്തിലുള്ള പോയിന്റ് ആകുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? x0 ആയിട്ട് എടുക്കാം അല്ലെ? എക്സ് അക്ഷത്തിലുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് y കോർഡിനേറ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പൊ x0 ആയിട്ട് എടുക്കാം. അപ്പൊ -3, 5 x0 തമ്മിലുള്ള ഡിസ്റ്റൻസ് x minus -3 whole square plus 0 minus 5 whole square. That is x plus 3 whole square plus 25. അതേപോലെ 4 ഉം 2 x0 തമ്മിൽ ഡിഫറൻസ് x minus 4 whole square plus 0 minus 2 whole square. അപ്പൊ x minus 4 whole square plus 4. ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x is equal to -1 എന്ന് കിട്ടും. -1, 0 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചെരിവുയരം 13 സെന്റിമീറ്റർ ആയ സമയര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് 360 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സ്തൂപികയുടെ ഉയരം കാണുക. ദി സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് സ്ലാൻഡ് ഹൈറ്റ് 13 സെന്റിമീറ്റർ ഈസ് 360 സ്ക്വയർ സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ്. ഇൻ എ സ്ക്വയർ പിരമിഡ് സ്ലാൻഡ് ഹൈറ്റ് ഈസ് 13 സെന്റിമീറ്റർ ആൻഡ് സർഫസ് ഏരിയ ഈസ് 360 സ്ക്വയർ സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ്. പാസ്. ടീം ബി പാസ് ചെയ്തിരിക്കുന്നു. ടീം എ പാസ്. ആർക്കെങ്കിലും? സിമ്പിൾ ചോദ്യമില്ല. എന്താ തന്നിരിക്കുന്നത്? ഉപരിതല പരപ്പളവ് ഫോർമുല സൂത്രവാക്യം a square plus 2l. a square plus 2l എത്ര തന്നിട്ടുണ്ട്? 360. അതിൽ എല്ലാം എത്രയാണ്? 13. അപ്പൊ a square plus 2 into a into 13 സമം 360. അപ്പൊ a square plus 26a സമം 360. അതിൽ നീ കണ്ടാ പോരെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? അപ്പൊ a plus 13 ഹോൾ സ്ക്വയർ സമം 360 പ്ലസ് 13 സ്ക്വയർ 529. അപ്പൊ a plus 13 സമം 23, a 10. അങ്ങനെ a 10 ആകുമ്പോൾ h 13 സ്ക്വയർ മൈനസ് 10ന്റെ പതി 5 സ്ക്വയർ 12. അപ്പൊ അടുത്ത ചോദ്യം ടീം എയോടാണ്. വ്യാപ്തങ്ങൾ തുല്യമായ 2 വൃത്തസ്തൂപികളിൽ ഒന്നാമത്തെ വൃത്തസ്തൂപിയുടെ ആരത്തിന്റെ 1/3 ഭാഗമാണ് രണ്ടാമത്തതിന്റെ ആരം. ഒന്നാമത്തെ സ്തൂപിയുടെ ഉയരത്തിന്റെ എത്ര മടങ്ങാണ് രണ്ടാമത്തെ സ്തൂപിയുടെ ഉയരം? വോളിയം ഓഫ് 2 കോൺസ് ആർ ഈക്വൽ. റേഡിയസ് ഓഫ് സെക്കൻഡ് കോൺ ഈസ് 1/3 ഓഫ് ദി ഫസ്റ്റ് കോൺ. ഹൗ മെനി ടൈംസ് ദി ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ്? ഹൈറ്റ് 9 മടങ്ങ് കൂട്ടണം. ഉത്തരം കറക്റ്റ് ആണ്. എങ്ങനെയാണ് കിട്ടിയത്? ഇപ്പോൾ 2 സ്തൂപികയുടെ വ്യാപ്തം തുല്യമാണെന്ന് പറയുമ്പോൾ 1/3 പൈ r1 സ്ക്വയർ ഇൻറ്റു h1 സമം 1/3 പൈ r2 സ്ക്വയർ h2. 1/3 കട്ടായി, പൈയും കട്ടായി. അപ്പം ഒന്നാമത്തെ വൃത്തസ്തൂപികയുടെ ആരം 3x എന്ന് എടുത്താൽ 3r ഹോൾ സ്ക്വയർ h സമം r സ്ക്വയർ h. അപ്പം 9r സ്ക്വയർ h സമം r സ്ക്വയർ h. അപ്പോൾ h 9 കൊടുത്താൽ രണ്ടും തുല്യമായിട്ട് കിട്ടും. ഉത്തരം ശരിയാണ്. ഒന്നുകൂടി സിമ്പിളായിട്ട് ആലോചിച്ചാൽ 6h ആണ് മാറുന്നത്. 1/3 പൈ നിങ്ങൾ കട്ട് ചെയ്യുന്ന അത് അവിടെ നിൽക്കുന്നത് മാറുന്നില്ല. അപ്പോൾ r സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തതിന്റെ 1/3 ആണ് രണ്ടാമത്തതിൻ്റെത്. അപ്പോൾ 1/3 സ്ക്വയർ എത്രയായിട്ട് മാറും? 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9 ആയിട്ട് മാറും രണ്ടാമത്തെ ആ ഭാഗം. അപ്പോൾ അത് ഈക്വൽ ആൻഡിക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 9. 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര മടങ്ങാന്ന്? 9 മടങ്ങായിട്ട് മാറും. ഈക്വൽ ആൻഡ്. ടീം എക്ക് 10 പോയിന്റ്. മൂന്നാമത്തെ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മൂന്നാം റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച മാർക്കുകൾ നോക്കാം. ടീം എ 10 മാർക്ക്, ടീം ബിക്ക് ഈ റൗണ്ടിൽ മാർക്കൊന്നും കിട്ടിയിട്ടില്ല, ടീം സിക്കും ഈ റൗണ്ടിൽ മാർക്കൊന്നും കിട്ടിയിട്ടില്ല, ടീം ഡിക്ക് 5 മാർക്ക്, ടീം ഇക്ക് 20 മാർക്ക്. അപ്പോൾ നമുക്ക് അവസാന റൗണ്ടിലേക്ക് കടക്കാം. അതായത് 4ാം റൗണ്ട്. ഈ റൗണ്ടിലും കഴിഞ്ഞ റൗണ്ടിലെ അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് 10 പോയിന്റാണ്. പാസ് ചെയ്താൽ 5 പോയിന്റ് ലഭിക്കും. അത് ഒരു ടീമിന് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ടീം എയോടാണ് ആദ്യ ചോദ്യം. x-2 ഹോൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 3 ഹോൾ സ്ക്വയർ സമം 36 എന്ന വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ ഏതൊക്കെ? വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ x-2 ഹോൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36? കേന്ദ്രത്തിലെ ബിന്ദു 2 - 3. ഉത്തരം ശരിയാണ്. ടീം എക്ക് 10 പോയിന്റ്. ഒരു പോയിന്റ് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കേന്ദ്രത്തിന്റെ y കോർഡിനേറ്റ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ എന്നുള്ള രൂപത്തിലായിട്ടുള്ളത്. അപ്പോൾ x-2 ഹോൾ സ്ക്വയർ ആകുമ്പോൾ x കോർഡിനേറ്റ് 2, y പ്ലസ് 3 എന്ന് പറഞ്ഞാൽ y മൈനസ് -3 ആണ്. ടീം എക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സമഭുജ ത്രികോണം എ ബി സിയുടെ ഒരു വശം 10 സെന്റിമീറ്റർ ആണ്. ഈ ത്രികോണത്തിന്റെ അന്തർവൃത്തം എ ബി എന്ന വശത്തെ തൊടുന്ന ബിന്ദുവാണ് പി. എ പിയുടെ നീളം എത്ര? എ ബി സി ഒരു സമഭുജ ത്രികോണമാണ്. അതിന്റെ വശം 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ അന്തർവൃത്തം എ ബി എന്ന വശത്തെ തൊടുന്ന ബിന്ദുവാണ് പി. എ പിയുടെ നീളം എത്ര? ട്രയാങ്കിൾ എ ബി സി ഈസ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 10 സെന്റിമീറ്റേഴ്സ്. ഇറ്റ്സ് ഇൻസർക്കിൾ
ടച്ച് ദി സൈഡ് എ ബി അറ്റ് പി. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ ബി? റിക്കുലേറ്റർ ട്രയാങ്കിൾ എ ബി സി, സൈഡ് 10 സെന്റിമീറ്റർ. അതിന്റെ ഇൻസർക്കിൾ എ ബി എന്ന സൈഡിനെ പി ടച്ച് ചെയ്യുന്നു. എ പിയുടെ നീളം എത്ര? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ പി? ടീം ബി 5. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 10 പോയിന്റ്. Radio teacher. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. Radio teacher. എങ്ങനെയാ കിട്ടിയത്? സമഭുജത്രികോണായോണ്ട് അതിന്റെ പകുതിയായിട്ട്. ലംബം വരക്കുന്നതുകൊണ്ട് പകുതിയായിട്ട് മാറും. അപ്പൊ 5. ഓക്കെ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഒരു ത്രികോണത്തിന്റെ ഏതൊരു മൂലയിൽ നിന്ന് അതിന്റെ അന്തർവൃത്തത്തിലേക്ക് വരക്കുന്ന തൊടുവരകളുടെ നീളം ചുറ്റളവിന്റെ പകുതി നെസിൽ നിന്ന് ആ മൂലേന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് കുറച്ചിരിക്കും. അപ്പൊ 10 30, 30ന്റെ പകുതി 15, 15 10 കുറച്ച് 5 കിട്ടും. ഇവിടെ സമൂഹ ത്രികോണമായോണ്ട് എളുപ്പത്തിൽ കിട്ടാം. അടുത്തത് ടീം സിയോടാണ്. മരം കൊണ്ടുള്ളൊരു സമയര കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തം 288 പൈ ഘന സെന്റിമീറ്റർ ആണ്. സമയര കട്ടയുടെ വ്യാപ്തം എത്ര? ദ വോളിയം ഓഫ് ദി ലാർജസ്റ്റ് ക്യൂബ് that can be curved out from a wooden solid cube is 288 pi cubic centimeter. What is the volume of the cube? ടീം സി പാസ് ചെയ്തിരിക്കുകയാണ്. ടീം ഡി ഇല്ല. ആർക്കെങ്കിലും കൃത്യകരൂപത്ത് പറഞ്ഞാലും മതി. കൃത്യങ്കം കുണിച്ചിട്ടൊന്നുമില്ല. 384. അല്ല, ഉത്തരം തെറ്റാണ്. ആരം കിട്ടിയ എത്രയാ കിട്ടിയത്? 6 അല്ലേ? 6. പിന്നെ ഉത്തരായില്ലേ? 6 ക്യൂബിന്റെ സൈഡ് എത്രയായി? 12. പിന്നെ വോളി എത്രയായിരിക്കും? 1728. കറക്റ്റ് ആൻസർ. ടീം ബിക്ക് അഭിനന്ദനങ്ങൾ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോളത്തിന്റെ വ്യാപ്തം, സ്ഫിയറിന്റെ വ്യാപ്തം 288 പൈ ആണ്. 4/3 പൈ ആർ ക്യൂബ് 288 പൈ. അപ്പൊ ആർ ക്യൂബ് എത്ര കിട്ടും? 216 കിട്ടും. അപ്പൊ ആർ എന്ന് പറയുന്നത് 6. 6 ആണെങ്കിൽ ആ സ്ഫിയറിന്റെ ഡയമീറ്റർ 12 അല്ല, വ്യാസം. ആ ഡയമീറ്റർ അല്ല ക്യൂബിന്റെ സൈഡ്. ഡയമീറ്റർ എത്രയാണ്? 12. ഡയമീറ്റർ ആണ് നമ്മളെ സമയത്തുള്ളത് ക്യൂബിന്റെ സൈഡ്. ക്യൂബിന്റെ വശം 12, വ്യാപ്തം 12 ക്യൂബ് 1728. അതേപോലെ 12 ക്യൂബ് എന്നെങ്കിലും കിട്ടിയാൽ മതി. ടീം ഡിയോടാണ് അടുത്ത ചോദ്യം. 4ാമത്തെ ചോദ്യം. എക്സ് അക്ഷത്തെ 7-ലും വൈ അക്ഷത്തെ 3-ലും മുറിച്ചു കടക്കുന്ന വരയുടെ സമവാക്യം എന്ത്? ഒരു വരയുണ്ട്, അത് എക്സ് അക്ഷത്തെ 7-ലൂട്ട മുറിച്ചു കടക്കുന്നുണ്ട്, വൈ അക്ഷത്തെ 3-ലൂട്ട മുറിച്ചു കടക്കുന്നുണ്ട്. വൈ അക്ഷത്തിലെ 3 എന്ന ബിന്ദുവിലൂടെ. ആ വരയുടെ സമവാക്യം എന്ത്? വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിച്ച് കട്ട് ദി എക്സ് ആക്സിസ് അറ്റ് 7 ആൻഡ് വൈ ആക്സിസ് അറ്റ് 3? ലൈൻ എക്സ് ആക്സിന് 7 എന്നുള്ള പോയിന്റിലൂടെയും വൈ ആക്സിന് 3 എന്നുള്ള പോയിന്റിലൂടെയും കട്ട് ചെയ്യാം. ടീം ഡി പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ടീം ഇ പാസ്. ടീം ഇയും പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആർക്കും പറയാം. നമുക്ക് ഇവിടെ വിശദീകരിക്കാം അല്ലെ? എക്സ് ആക്സിൽ 7 കട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് കോർഡിനേറ്റ് എന്തായിരിക്കും? 7 വൈ ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് കോർഡിനേറ്റ് 0 3 കട്ട് ചെയ്യാൻ വെച്ചാൽ 0 അപ്പൊ വരേണ്ട ഇക്വേഷൻ കാണാൻ സ്ലോപ്പ് കാണും അല്ലെ? സ്ലോപ്പ് എത്ര കിട്ടുക? ചെരിവ് 3/-7. ചെരിവ് എത്ര കിട്ടുക? 3/-7. അത് -3/7 എഴുതാം അല്ലെ? ഇനി എക്സ് വൈ ഒരു പോയിന്റും ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. എക്സ് വൈയും 0 എടുത്താൽ y -3/x, x -0 x is equal to -3/7. അതിനെ ഇക്വേഷനാക്കി മാറ്റിയാൽ 3x + 7y - 21 is equal to 0. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ ഡയറക്റ്റ് ചോദ്യമാണ്. ടീം ഇയോടാണ് അടുത്ത ചോദ്യം. 2 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഒരു ലോഹഗോളം ഉരുക്കി 1 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ അർദ്ധഗോളങ്ങൾ ഉണ്ടാക്കി. എത്ര അർദ്ധഗോളങ്ങൾ ലഭിക്കും? A metal sphere of radius 2 centimeters is melted and recast into hemispheres of radius 1 centimeter. How many hemispheres will get? 16. ഇത്ര ശരിയാണ്. ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? ഇവിടെ ഡീറ്റെയിൽ പറയേണ്ട, ആശയം മാത്രം പറഞ്ഞാൽ മതി. സ്ഫിയറിന്റെ വോളിയം കണ്ടിട്ട് അതിനെ ഹെമിസ്ഫിയറിന്റെ വോളിയത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 വോളിയം കണ്ടു. വോളിയം മുഴുവൻ കാണേണ്ട ആവശ്യമുണ്ടോ? എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ പോരെ. 4/3 പൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ നമ്പർ n ആയിട്ട് എടുത്താൽ n × 2/3 പൈ ആർ ക്യൂബ്. അപ്പോൾ 4/3 പൈ × 2 × 2 × 2 ഈസ് ഈക്വൽ ടു n × 2/3 പൈ × 1 × 1 × 1. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 16 സിമ്പിൾ ആയിട്ട് കിട്ടും. കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ടൈം ലാഭിക്കാം. ഓക്കെ. അപ്പോൾ ടീം ഇക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യവും ടീം ഇയോട് തന്നെയാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് സെറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ടീം ഇ ഒരു വൃത്തത്തിലെ എ ബി എന്ന ഞാൻ നീട്ടിയതും സിയിലൂടെയുള്ള തൊടുവരയും പി എന്ന ബിന്ദുവിൽ ഗണ്ണിക്കുന്നു. ഞാൻ എ ബിയുടെ നീളം 5 സെന്റിമീറ്റർ, തൊടുവരയുടെ നീളം 6 സെന്റിമീറ്റർ. എങ്കിൽ പി എ പ്ലസ് പി ബി എത്ര? ഇൻ എ സർക്കിൾ കോഡ് എ ബി എക്സ്റ്റെൻഡഡ് ടു മീറ്റ് ദി ടാൻജന്റ് ത്രൂ സി അറ്റ് പി. എ ബി is equal to 5 centimeters. ലെങ്ത് ഓഫ് ടാൻജന്റ് is 6 centimeters. ഫൈൻ പി എ പ്ലസ് പി ബി. സർക്കിളിലെ എ ബി എന്ന കോഡ് എക്സ്റ്റെൻഡ് ചെയ്തു. സി എന്ന പോയിന്റിലെ ടാൻജന്റിനെ പി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന നേരത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ലെങ്ത് ഓഫ് എ ബി 5 ആണ്, ടാൻജന്റ് ലെങ്ത് 6 ആണ്. പി എ പ്ലസ് പി ബി എത്ര? ടീം ഇ 13 സെന്റിമീറ്റർ. ഉത്തരം കറക്റ്റ് ആണ്.
ടീം ഇക്ക് 10 പോയിന്റ്. റേഡിയോ ടീച്ചർ. ഇനി അടുത്ത ചോദ്യം ടീം ഡിയോട്. ഒരു ഗോളത്തിന്റെയും അതിനെ കൃത്യമായിട്ട് പൊതിയുന്ന വൃത്തസ്തംഭത്തിന്റെയും ഉപരിതല വരപ്പളവുകളുടെ അംശബന്ധം എന്ത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി സർഫസ് ഏരിയാസ് ഓഫ് ദി സ്ഫിയർ ആൻഡ് എ സിലിണ്ടർ വിച്ച് ക്യാൻ കവർ ദി സ്ഫിയർ പ്രിസൈസ്ലി? കൃത്യമായി പൊതിയെന്ന് പറഞ്ഞാൽ ആ ഗോളം വെക്കാൻ പറ്റുന്ന സിലിണ്ടർ, ഏറ്റവും ചെറിയ സിലിണ്ടർ, അതിലും വലുതിൽ വെക്കാം അല്ലേ? ഒരു ഗോളവും അതിന് കൃത്യമായി പൊതിയുന്ന സിലിണ്ടറിന്റെയും സർഫസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല, അതിന്റെ അംശബന്ധങ്ങളാണ് ചോദിച്ചത്. ടീം ഡി പാസ്. ടീം ഡി പാസ് ചെയ്തിരിക്കുന്നു. ടീം സി 1:1. തെറ്റാണ്. ആർക്കെങ്കിലും 1:3. 1:3 അല്ല. ഗോളത്തിന്റെ റേഡിയസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ആർ. സ്ഫിയറിന്റെ റേഡിയസ് 6 എങ്കിൽ സിലിണ്ടറിന്റെ റേഡിയസ് എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഗോളത്തിന്റെ റേഡിയസ് 6 ആണെങ്കിൽ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്തായിരിക്കും? 2r ആയിരിക്കും. അപ്പോൾ ഗോളത്തിന്റെ സർഫസ് ഏരിയ എന്താ? 4πr². സിലിണ്ടറിൻ്റെത് 2πrh പ്ലസ് 2πr². അവിടെ h എന്ന് പറയുന്നത് 2r ആണ്. 2πr × 2r 4πr² പ്ലസ് 2πr² 6πr². അപ്പോൾ 4πr² ഈസ് ടു 6πr². 4:6 ദാറ്റ് ഈസ് 2:3. മനസ്സിലായില്ലേ? ആ അളവുകൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. ടീം സിയോടാണ് അടുത്ത ചോദ്യം. ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ 3, 3, 4, 2, 5, 4. ത്രികോണത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ എന്തൊക്കെ? ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ്സിന്റെ സൂചക സംഖ്യകൾ 3, 3, 4, 2, 5, 4. ത്രികോണത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ എന്തൊക്കെ? 3, 3, 4, 2 and 5, 4 are the coordinates of the midpoints of a triangle. Find the coordinates of its vertices. പാസ്. ടീം സി പാസ് ചെയ്തിരിക്കുന്നു. ടീം ബിക്ക് പറയാം പാസ്. മറ്റേതെങ്കിലും ടീമിന് പറഞ്ഞു. 2, 1, 6, 3, 4, 5. കറക്റ്റ്. ടീം എക്ക് അഭിനന്ദനങ്ങൾ. എന്താണ് മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് 3 പാരലോഗ്രാം കിട്ടും, 3 സാമാന്തരികം കിട്ടൂലേ? അപ്പൊ അവിടെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 3, 3, 4, 2 അതിന്റെ സ്ഥാനം നോക്കണം. 3, 3ന്റെ വലത് ഭാഗത്ത് താഴെയായിട്ടാണ് 4, 2 വരിക. അപ്പൊ അത് വെച്ചിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. റേഡിയോ ടീച്ചർ. അപ്പൊ അടുത്ത ചോദ്യം ടീം ബിയോടാണ്. 18 സെന്റിമീറ്റർ ആരമുള്ള വൃത്താകൃതിയായ തകിടിനെ 2 വൃത്താംശങ്ങളായി മുറിക്കുന്നു. ഇവ ഓരോന്നും വളച്ച് പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നു. ചെറിയ വൃത്തസ്തൂപിയുടെ ആരം 8 സെന്റിമീറ്റർ ആയാൽ വലിയ വൃത്തസ്തൂപിയുടെ ആരം എത്ര? A circular disc of radius 18 centimeter is divided into 2 sectors. These sectors are rolled up to cones. Radius of small cone is 8 centimeter. What is the radius of the larger cone? Team B 10. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 10 പോയിന്റ്. എങ്ങനെ കിട്ടി? 18 നെട്ട് കുറച്ച് 10. രണ്ടിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും അല്ലെ? നമ്മൾ 9ാം ക്ലാസ്സിനെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ഗോളാകൃതിയിലുള്ള 2 പാത്രങ്ങളുടെ ഉപരിതല വരപ്പളവുകളുടെ അംശബന്ധം 4:9. ചെറിയ പാത്രത്തിൽ 200 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഗോളാകൃതിയിലുള്ള 2 പാത്രങ്ങളുടെ ഉപരിതല വരപ്പളവുകളുടെ അംശബന്ധം 4:9. ചെറിയ പാത്രത്തിൽ 200 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ദ റേഷ്യോ ഓഫ് ദി സർഫസ് ഏരിയാസ് ഓഫ് 2 vessels in the shape of sphere are 4:9. Small vessel can hold 200 liters of water. How many liters of water can large vessel hold? 1350 സെന്റിമീറ്റർ ക്യൂബ്. ഇല്ല, ഫസ്റ്റ് ചെയ്യട്ടെ. ടീം ഇ പാസ്. പാസ്. ആർക്കെങ്കിലും? 450. 450 അല്ല. അപ്പോ ഗോളല്ല, എന്താ ഫോർമുല? 4πr². അപ്പൊ അതിന്റെ റേഷ്യോ 4:9 ആണ്. അപ്പൊ R1² is to R2², 4:9. R1 is to R2, 2:3. വോളിയങ്ങൾ എന്ന് പറയുമ്പോൾ എന്താവും? R1 ക്യൂബ് is to R2 ക്യൂബ്. അപ്പൊ 8 is to 27. 8ന് പകരാതെ 200 ഉള്ളത്. അപ്പൊ 8ന്റെ 25 ടൈംസ് ആണ് 200. അപ്പൊ 27ന്റെ 25 ടൈംസ് 27 into 25 ദാറ്റ് ഈസ് 675. അപ്പൊ നമ്മുടെ 4 റൗണ്ടുകളായി നടന്ന ക്വിസ് മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാന റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച പോയിന്റുകൾ: ടീം എ 10 പോയിന്റ്, ടീം ബി 20 പോയിന്റ്, ടീം സിക്ക് ഈ റൗണ്ടിൽ പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല, ടീം ഡിക്കും ഈ റൗണ്ടിൽ പോയിന്റ് കിട്ടിയിട്ടില്ല, ടീം ഇക്ക് 20 പോയിന്റ്. റേഡിയോ ടീച്ചർ. 4 റൗണ്ടുകളായി നടന്ന ഇന്നത്തെ പ്രശ്നോത്തരിയിൽ ഓരോ ടീമും നേടിയ ആകെ മാർക്ക് നമുക്ക് നോക്കാം. ടീം എ 40 പോയിന്റ്, ടീം ബി 36 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 20 പോയിന്റ്, ടീം ഇ 60 പോയിന്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ടീം ഇ ആണ്. 60 പോയിന്റോടുകൂടി GHSS മുണ്ടേരി 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. 40 പോയിന്റോടുകൂടി ടീം എ AVS GHSS കരിവെള്ളൂർ 2ാം സ്ഥാനം നേടിയിരിക്കുന്നു. 36 പോയിന്റോടുകൂടി ടീം ബി KKVM PHSS പാനൂർ 3ാം സ്ഥാനം നേടിയിരിക്കുന്നു.
എല്ലാവർക്കും അഭിനന്ദനം. നമ്മൾ ഗണിത ചോദ്യങ്ങൾ സമീപിക്കുമ്പോൾ എന്താണ് അതിന്റെ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ട് യുക്തിപൂർവ്വം സമീപിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും മനക്കണക്കായിട്ട് അല്ലെ 1-2 സ്റ്റെപ്പിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഗണിതത്തെ സമീപിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തു. പരീക്ഷാ പ്രിപ്പറേഷനിൽ എന്തായാലും ഈ പങ്കെടുത്തത് മുതൽക്കൂട്ടായിരിക്കും. എല്ലാവർക്കും വിജയാശംസ. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.